പഠിച്ചോനെ ഇങ്ങള് കാത്തോളി എന്നുള്ള ഒറ്റ ഡയലോഗ് മതി എന്റെ തൊട്ടു പിന്നിലുള്ള വീട് നിങ്ങൾക്ക് മനസ്സിലാകാൻ. ഇപ്പൊ ശരിയാക്കി തരാമെന്ന റിപ്പീറ്റ് വാല്യൂ ഉള്ള ഡയലോഗുകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട പപ്പുചേട്ടന്റെ ഓർമ്മയ്ക്ക് 25 വർഷം തികയുകയാണ്. സ്വതസിദ്ധമായ കോഴിക്കോടൻ ഭാഷാശൈലിയും ശരീരഭാഷ്യവും പതിറ്റാണ്ടുകളോളം വെള്ളിത്തിരയിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത മലയാളത്തിന്റെ സ്വന്തം പത്മദലാക്ഷൻ എന്ന കുതിരവട്ടം പപ്പു. മലയാളിയെ ഹൃദയം നിറഞ്ഞു ചിരിക്കാനും ചിന്തിക്കാനും പ്രേരിപ്പിച്ച അതുല്യ നടൻ വിടവാങ്ങി 25 വർഷം പിന്നിടുമ്പോഴും അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ഇന്നും ചിരി പടർത്തുകയാണ്. നാടകത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ സ്വന്തം നാടകം എഴുതി അവതരിപ്പിച്ചാണ് പപ്പു അരങ്ങിലെത്തിയത്. കുപ്പയിൽ നിന്ന് സിനിമയിലേക്ക് എന്ന സ്വന്തം നാടകത്തിൽ പപ്പു വേഷമിട്ടു. ഈ നാടകത്തിലെ അഭിനയം ശ്രദ്ധയിൽപ്പെട്ട രാമു കാര്യാട്ടാണ് പപ്പുവിനെ വെള്ളിത്തിരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. മൂടുപടം എന്ന ചിത്രത്തിൽ വീട്ടുവേലക്കാരനായി അഭിനയിച്ച പപ്പുവിനെ ചലച്ചിത്ര ലോകം 2 കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നീട് 1200ഓളം കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ പകർന്നു. കുതിരവട്ടം പത്മദലാക്ഷന് കുതിരവട്ടം പപ്പു എന്ന പേര് നൽകിയത് ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഭാർഗവി നിലയത്തിന്റെ ചിത്രീകരണത്തിനിടെ സെറ്റിൽ വെച്ചാണ് പപ്പുവിന്റെ പേരിനൊപ്പം കുതിരവട്ടം എന്ന സ്ഥലപ്പേര് ബേപ്പൂർ സുൽത്താൻ കൂട്ടിച്ചേർക്കുന്നത്. മലയാളി ഉള്ള കാലത്തോളം മറക്കാത്ത നിരവധി ഡയലോഗുകൾ പപ്പുവിന്റെ സംഭാവനയായുണ്ട്. തേന്മാവിൻ കൊമ്പത്തിലെ ടാസ്കി വിളിയട, വെള്ളാനകളുടെ നാട്ടിലെ താമരശ്ശേരി ചുരം എന്നിങ്ങനെയുള്ള നിരവധി ഡയലോഗുകളിൽ ഒന്നെങ്കിലും പറയാത്ത ഒരു ദിനം പോലും മലയാളിക്കുണ്ടാവില്ല. തനിക്ക് ഹാസ്യം മാത്രമല്ല വഴങ്ങുന്നതെന്ന് ദി കിങ്ങിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായി അഭിനയിച്ച് പപ്പു തെളിയിച്ചു. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. 2.5 പതിറ്റാണ്ടുകൾക്കിപ്പുറം താൻ ആരാണെന്ന് ചോദിച്ചാൽ ഹാസ്യത്തിൽ ചാലിച്ച കോഴിക്കോടൻ ഭാഷ മലയാളികളുടെ മനസ്സിൽ പതിപ്പിച്ച അതുല്യ പ്രതിഭയ്ക്ക് മരണമില്ലെന്ന് പറയും. ക്യാമറാമാൻ സുൽത്താനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.